മന്ന പൊഴിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, അതോടൊപ്പം തന്നെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് 15-20 ഇങ്ങനെ വായിക്കുന്നു: അഹരോൻ്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടുകൂടെ അവളുടെ പിന്നാലെ ചെന്നു. 17-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം: മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് കയ്യിൽ തപ്പെടുത്തവർ കല്ലുമായി. ഇന്ന് നാം വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 15-20 പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യവും ഇസ്രായേൽ ജനം മഹാസന്തോഷത്തോടും വിജയ അട്ടഹാസത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെ മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെടുകയും അവർക്ക് വഴി കാണിക്കുവാൻ സംരക്ഷണം നൽകുവാനുമായി മീതെ മേഘസ്തംഭം ജാഗ്രതയോടെ നിലകൊള്ളുന്നു. എങ്കിലും അവരുടെ പ്രതീക്ഷകളെ എല്ലാം തകർക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യത്തക്ക വിധം വഴി തടഞ്ഞുകൊണ്ട് അത് ചെങ്കടൽ അവർക്ക് മുൻപിൽ കിടക്കുന്നു. പിന്നിലേക്ക് നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും അവരെ പിടിക്കുവാൻ അടുത്തു വന്നു. നിമിഷ നേരത്തിൽ അവർ നിരാശരായി മിസ്രൈമിൽ നിന്ന് പുറപ്പെടേണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഇനി എന്താണ് പോംവഴി? ഈ ചെങ്കടൽ എങ്ങനെ കടക്കും? ക്രിസ്തീയ ജീവിത യാത്രയുടെ പ്രാരംഭത്തിൽ അനേകവിധ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഉണ്ടായെന്ന് വരാം. ചുറ്റുപാടുകൾ നമുക്ക് പ്രതികൂലമാണെന്ന് കാണുമ്പോൾ നിരാശപ്പെട്ടു പോകേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ തെല്ലും നിരാശപ്പെടേണ്ട. പ്രശ്നങ്ങളിൽ നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. യാക്കോബ് ഒരിക്കൽ ഇങ്ങനെ വിലപിച്ചു: യോസേഫ് ഇല്ല, ശിമിയോൻ ഇല്ല, ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് ഉൽപ്പത്തി 42:36 ഒരിക്കൽ താൻ പറയുണ്ടായി എന്ന് യാക്കോബ് ഒരിക്കൽ ഓർപ്പിച്ചു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിലയിലുള്ള വിലാപം അല്ലെങ്കിൽ വിലപിക്കുന്നവർ ധാരാളമുണ്ട്. ഇത് ആത്മീയ കാഴ്ചയില്ലാത്തവരുടെ കാഴ്ചപ്പാടാണ്. യോസേഫുണ്ട്, ബെന്യാമിനും ഉണ്ട്, ശിമിയോനും ഉണ്ട്. യോസേഫ് മിസ്രൈമിലെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ സകലവും തനിക്ക് അനുകൂലമാണ്. എന്നാൽ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. പ്രകാശിപ്പിക്കാത്തവരുടെ കാര്യത്തെക്കുറിച്ച് പത്രോസ് പറയുന്നത് ഹ്രസ്വദൃഷ്ടിയുള്ളവർ എന്നാണ്. 2 പത്രോസ് 1:9. നമുക്ക് മടങ്ങി ചെങ്കടലിൻ്റെ സമീപത്തേക്ക് വരാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പകച്ചു നിന്ന ജനത്തിൻ്റെ മധ്യത്തിൽ യഹോവ മഹാ അത്ഭുതം നടത്തും. യഹോവയായ ദൈവം മോശയെ വിളിച്ചു കടലിന്മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങി നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ അവർ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. നോക്കുക, യഹോവയായ ദൈവം രാത്രി മുഴുവനും മഹാശക്തിയുള്ള കാറ്റടിപ്പിച്ചു. തിരുവഴുത്തിൽ കാറ്റ് അടിപ്പിച്ച് മഹാ അത്ഭുതങ്ങൾ ചെയ്യിച്ച അനേക സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കും. ഒന്ന്, ചെങ്കടലിനെ വിഭാഗിക്കുന്ന കാറ്റ്, പുറപ്പാട് 14:21. രണ്ടാമത്, നോഹയുടെ കാലത്തും ജലപ്രളയം നിലച്ചതും ഉണങ്ങിയ നിലം കണ്ടതും ഒരു കാറ്റ് അടിച്ചതിനാലാണ്. ഉൽപ്പത്തി 8:1 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. കാടപ്പക്ഷികളെ വരുത്തിച്ചത് കാറ്റടിപ്പിച്ചാണ്. സംഖ്യ 11:31 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. യോനയെ യഥാസ്ഥാനപ്പെടുത്തിയത് ഒരു കൊടുങ്കാറ്റ് അടുപ്പിച്ചതായി കാണുന്നു. യോന 1:4. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തത് ഒരു ചുഴലിക്കാറ്റ് അടിച്ചതിനാലാണ്. 2 രാജ 2:1 വാക്യം.
ദൈവം ഇസ്രായേലിൻ്റെ നിഹതന്മാരെ ജീവിപ്പിച്ചതും മഹാസൈന്യമാക്കിയതും 4 കാറ്റടിച്ചതിനാലാണ് എന്ന് എസെക്കിയേൽ 37 അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. ശിരുബാബേലിൻ്റെ മുമ്പിലുണ്ടായിരുന്ന പർവ്വതത്തെ സമഭൂമിയാക്കിയവൻ എന്ന് സക്കറിയ 4:7 അതാരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരം നമുക്കവിടെ കാണാൻ കഴിയും. കല്ലറയിലെ കല്ല് മാറ്റിക്കൊടുത്തവൻ ഇന്നും നമുക്കായിട്ട് ജീവിക്കുന്നു. മർക്കോസ് 16:3-4 വാക്യങ്ങൾ. പ്രിയരെ, ഫറവോനെയും സൈന്യത്തെയും വെള്ളത്തിൽ തള്ളിയിട്ടവനെയും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടത്തി. അങ്ങനെ വിശ്വാസത്താൽ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ വിചാരിച്ചു, അത് സാധിച്ചില്ല. ദൈവം വഴി ഉണ്ടാക്കിയാലും അതിലെ പോകാൻ വിശ്വാസം വേണം. നമ്മുടെ ദൈവം മരണത്തിൻ്റെ ആ വെള്ളത്തിൽ ഇറങ്ങി ഉണങ്ങിയ വഴി ഉണ്ടാക്കിയവനാണ്. അത് വിശ്വാസത്താൽ നാം അംഗീകരിക്കണം. പെരുവെള്ളം കവിഞ്ഞു വന്നാൽ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ല എന്നാണ് 32-6 വാക്യത്തിൽ ദാവീദ് പറയുന്നത്. റോമർ 8:1 ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയും ഒരു ശിക്ഷാവിധിയില്ലെന്നാണ്. ചെങ്കടലിൽ കടന്നവർ യഹോവയ്ക്ക് സങ്കീർത്തനം പാടി. ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. അവൻ മഹോന്നതൻ. കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. അതാണ് പുറപ്പാട് പുസ്തകം 15:1-6 വരെയുള്ള വാക്യങ്ങൾ കാണാണ്ട് കഴിയുന്നല്ലോ. ലക്ഷക്കണക്കിനുള്ള ആളുകൾ ഒന്നിച്ചുകൂടി പാടി. അവരുടെ സംഗീത അകമ്പടിയിൽ അഹരോൻ്റെ സഹോദരി മിരിയാമും എന്ന പ്രവാചി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ തപ്പടിച്ച് കൈയടിച്ച് പാടിയത് എന്തെന്നാൽ, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നേരിട്ട് കണ്ട ഇസ്രായേൽ ജനവും അവരോട് ഒരുമിച്ച് തപ്പെടുത്ത് പാടിയവർ പിന്നെയും ചില പ്രതിബന്ധങ്ങൾ മുന്നിൽ വന്നപ്പോൾ അതിൽ കണ്ടപ്പോൾ ചെങ്കടലിൽ ദൈവം വഴി തുറന്നതുപോലെ സീൻ മരുഭൂമിയിലും രഫീദീമിലും എത്തി പാളയമിറങ്ങിയ ജനത്തിന് കുടിക്കുവാൻ വെള്ളമില്ല എന്ന കാരണത്താൽ ജനം മോശയോട് പിറുപിറുത്തു. ഇസ്രായേൽ പിറുപിറുക്കുന്നവരാണെന്നുള്ള ചരിത്രം പഠിക്കുന്ന ഓരോ വിശ്വാസിക്കും മനസ്സിലാക്കാൻ കഴിയും. മൊത്തം ഏതാണ്ട് 12 പ്രാവശ്യം പിറുപിറുത്തതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. മോശെ യഹോവയോട് നിലവിളിച്ചു. ഇതെങ്ങനെ എന്ന് അവർ ചിന്തിച്ചു. അവനെ കല്ലെറിയാനായിട്ട് പോകുന്നു. പുറപ്പാട് 15:4 I do unto these people, they be almost ready to stone me. നോക്കുക, ചെങ്കടൽ കടന്നവർ, ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ കണ്ടവർ, തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ചവർ ഇപ്പോൾ കയ്യിൽ കല്ലുമായി മോശെ എറിയാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. വിശ്വാസികൾ ഇസ്രായേൽ മക്കളിൽ നിന്നും വിഭിന്നമല്ല. തങ്ങളെ നടത്തുന്നവരെ, നടത്തിപ്പുകാരെ രക്ഷയിലേക്ക് നടത്തിയതിലൂടെ ദൈവസഭയിൽ പ്രവേശിപ്പിച്ചവരെ നിസ്സാര കാരണങ്ങളാൽ കല്ലെറിയുന്നത് കാണാൻ സാധിക്കും. മോശയ്ക്ക് മാത്രമുള്ള അനുഭവമല്ല. ഒരിക്കൽ യേശു സ്നേഹിച്ച ബഥാനിയിലെ വീട്ടിൽ തൻ്റെ സ്നേഹിതനായ ലാസർ രോഗിയായി മരണം സംഭവിച്ച് 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് യേശു അവിടെ വന്നത്. അപ്പോൾ വിരോധികൾ കല്ലെടുത്ത് എറിയുവാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11:8 വാക്യം. വിരോധികളെ ഭയപ്പെടാതെ യേശു കല്ലറയ്ക്കലെത്തി തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞത്, കല്ലറയിൽ നിന്നും കല്ല് നീക്കുവിൻ എന്നാണ്. അവർ കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് കല്ല് നീക്കി. മരിച്ചവൻ പുറത്തു വന്നു. യോഹന്നാൻ 11:39 വാക്യം. അവൻ്റെ കൈയും കാലും കെട്ടിയിരുന്നു. ഒരത്ഭുതത്തിനകത്ത് മറ്റൊരത്ഭുതം. ശവശീലകളോടെ പുറത്തു വന്നത് ലാസറിനെ മണ്ണിൽ അടക്കിയതിൻ്റെ തെളിവായിരുന്നു. അങ്ങനെ കല്ല് എറിയാനായിട്ട് വന്നവർ കല്ല് താഴെയിട്ടു. തൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ
അവർ അടിയറ വെച്ചു. പ്രിയരെ, നാം ഒരു കാലത്ത് ഇസ്രായേലിനെ പോലെ ചെങ്കടൽ കടന്ന് കയ്യിൽ തപ്പുമായി തമ്പുരാനെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ആരാധിച്ചും വന്നവരാണ്. ചില സന്ദർഭങ്ങളിൽ നാമും കല്ലെടുത്ത് എറിയുന്നവർ ആയി തീർന്നിട്ടില്ലേ? ഓർത്തു നോക്കുക, കർത്താവ് നമ്മോട് പറയുന്നത് കല്ല് നീക്കുവിൻ എന്നാണ്. അതായത് നമ്മളുടെ കൈവശമുള്ള അന്യായമായ കാര്യങ്ങളെ നീക്കുക എന്നുള്ള അർത്ഥത്തിലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊരു സംഭവം കൂടെ ഓർപ്പിക്കാം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നു. സന്ദർഭം യോഹന്നാൻ 8-ാം അധ്യായത്തിലാണ് കാണുന്നത്. മൂത്തവൻ തൊട്ട് ഇളയവൻ വരെ കല്ലും മടിയിലാക്കി യേശുവിൻ്റെ അടുക്കൽ വന്നു. കല്ലെറിയണമെന്ന് മോശ കൽപ്പിച്ചിരിക്കുന്നു. ലേവ്യ 20-10, ആവർത്തനം 22 മുതൽ 24 വരെ. വ്യഭിചാരിണിയെ കല്ലെറിയണമെന്നാണ് അവർ ആക്രോശിച്ചത്. എന്നാൽ വ്യഭിചാരിയുടെ കാര്യം അവർ പറയുന്നില്ല. കർത്താവോ അത് നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതുകയായിരുന്നു. എന്താണ് എഴുതിയത്? കൊണ്ടുവന്ന ഓരോരുത്തരുടെയും പാപം ആയിരിക്കാം. അതുകൊണ്ടായിരുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി മാറിയത്. മനസാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി ഓരോരുത്തൻ വിട്ടുമാറി. ഒരിക്കൽ റോമാ ഗവർണറായ ഫേലിക്സിൻ്റെ മുമ്പിൽ പൗലോസ് പറയുകയുണ്ടായി, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റം മറ്റ മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ശ്രമിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 24-16. പ്രിയരെ, എനിക്കും നിങ്ങൾക്കും കർത്താവിനോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. കല്ലും കൊണ്ട് എറിയാൻ വന്നവരുടെ സമതല തെറ്റി മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം എറിയാതെ ഓടി. പ്രിയ ദൈവജനമേ, നമ്മുടെ മനസാക്ഷി എങ്ങനെയിരിക്കുന്നു? 1 യോഹന്നാൻ 3:20, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. ആരാധനയ്ക്ക് മുമ്പായി നമ്മുടെ ഹൃദയത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കാം. അപ്പോസ്തലപ്രവൃത്തി 8:21 ഒരു ശിമോനെ കുറിച്ച് വായിക്കുന്നു, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകയാൽ കൊണ്ടും ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 8:20. പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ഒരുപോലെ വിലയിരുത്തി ക്രമീകരണം നടത്തേണ്ട ഒരു കാര്യമായിരിക്കുന്നു ഹൃദയശുദ്ധീകരണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:23-24. അവിടെ നമ്മൾ വായിക്കുന്നത് എല്ലാം വായിക്കുന്നില്ല. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഫസ്റ്റ് ബി റീകൺസിൽഡ് ടു ദൈ ബ്രദർ ആൻഡ് ദൗ കം ആൻഡ് ഓഫർ ദൈ ഗിഫ്റ്റ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആരാധനയേക്കാൾ വലുതാണ് ആരാധനയ്ക്കുള്ള ഒരുക്കം എന്നുള്ള കാര്യം നാം മറന്നു പോകല്ലേ. ദൈവത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് കൂട്ടുവിശ്വാസികളോടും സഹോദരങ്ങളോടും സംസാരിക്കുന്നതാണ് ഒരുക്കത്തിൽ പ്രധാനപ്പെട്ടത്. വഴിപാടിനേക്കാൾ ദൈവം വിലമതിക്കുന്നത് വഴക്ക് തീർക്കലാണ്. വഴിപാട് താമസിച്ചാലും ദൈവത്തിന് വിരോധമില്ല. സഹോദരനോട് സ്നേഹമില്ലാതെ അല്ലെങ്കിൽ സഹോദരിമാരോട് സ്നേഹമില്ലാതെ ദൈവത്തോട് നാം സംസാരിച്ചാൽ അത് മുഴങ്ങുന്ന ചെമ്പും ചെലമ്പുന്ന കൈത്താളവുമായിരിക്കും. 1 കൊരിന്ത്യർ 3:11 വാക്യം. മറ്റുള്ളവരെ കൂടി ആരാധിക്കുവാൻ ഒരുക്കാത്ത ആരാധനയല്ല. വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ കൂടി ആരാധിക്കുവാൻ ഒരുക്കാത്ത ആരാധനയല്ല. ആരും ഏകരായിട്ടല്ല ആരാധിക്കേണ്ടത്. സങ്കീർത്തനം 95:1, വരുവീൻ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ദൈവമക്കളുടെ ഹൃദയ ഐക്യത്തെ വെളിപ്പെടുത്തുന്നതാണ് കർത്തൃമേശ. അത് വ്യാജത്തോടെ ആണ് ആചരിക്കുന്നെങ്കിൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന് ഓർത്തുകൊള്ളുക. 1 കൊരിന്ത്യർ 11:27. ആകയാൽ തപ്പെടുത്തവർ കല്ലെടുത്തതുപോലെ നമുക്കും ആവർത്തിക്കാതിരിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.
ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.